ദൈവമേ ഓയ് ഓയ് ദൈവമേ ഡേയ് വല്ലതുണ്ടായി പറ എന്നെ ധ്യാനത്തിരിക്കാൻ താമസിക്കൂലേ? അല്ലയോ ദൈവമേ, ഭൂമിയിലെ മനുഷ്യരെല്ലാം നന്നായി, നമുക്ക് കുറച്ച് ദിവസം ഇനി റെസ്റ്റ് എടുത്താലോ? ഡേ വെയിലേ, നിനക്കൊന്നും പറയാനില്ല ഡേ. ഡേയ് നീ അവനെ വിളിച്ചുണർത്താതെ, ഉണർത്തിക്കഴിഞ്ഞാ ഇവിടെ ചെവിയായിട്ടിരിക്കാൻ പറ്റൂല. പ്രഭു, ഇപ്പൊ അയാളാണോ വിളിച്ചത്? പ്രഭു അല്ലേ എന്നെ ഇങ്ങനെ ഇട്ട് തട്ടിയത്? അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. മനുഷ്യരെല്ലാം ഇപ്പൊ സൂപ്പറായിട്ട് നന്നായി, അതുകൊണ്ട് നമുക്കിത് റെസ്റ്റ് എടുത്തൂടെ പ്രഭു? മനുഷ്യൻ നന്നായെന്നാ? താഴോട്ട് നോക്കി നോക്ക്, ചെവി കൊടുത്ത് കേള് അവൻ എന്തിനു പറയണമെന്ന്. ഓ ദൈവമേ, എന്തോന്ന് മുടിഞ്ഞ വെയിലിത്, ഒരു രക്ഷയില്ല. പൂ വല്ലാത്ത ചൂടും. ഇങ്ങനെ പയ്യ എല്ലായിടും അടന്ന് വാരി നടക്കാനും പയ്യ. പ്രഭു, അവ എന്നെ അല്ല പറയണത്, വെയിലാണ് പറയണത്. ഇങ്ങനെ പുളിക്കും. അങ്ങോട്ട് ശ്രദ്ധിച്ച് ചെവി കൊടുത്ത് നോക്ക്, ആരെ പറയണെന്ന് നോക്ക് നോക്ക്. എന്തോന്ന് മുടിഞ്ഞ മഴയത്, വെളിയിൽ ഇറങ്ങാൻ പാടില്ല, വെട്ടത്തിറങ്ങാൻ പാടില്ല, ഇത് കൂലിപ്പണിക്ക് പോകാനും പാടില്ല. ഇങ്ങനെയാണെങ്കിൽ ഊപ്പാട് വരെയുള്ള എല്ലാ പട്ടിയിടുന്ന ജാഗ്രത. ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, നമുക്ക് രണ്ടും കൂടെ അറിഞ്ഞ് അവൻ്റെ ദേഹത്തടിക്കാം. എന്തൊരു പറയണം നമുക്ക് നോക്കാം. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം മഴ മാറി, അപ്പോൾ ഉണ്ട് വെയിൽ തുടങ്ങി. വെയില മുടിഞ്ഞ ചൂട്, മഴയെങ്കിൽ മുടിഞ്ഞ മഴ, വെയിലെങ്കിൽ മുടിഞ്ഞ വെയിലും മുടിഞ്ഞ ചൂട്. എന്തോന്ന് രണ്ടും തുടങ്ങി, മഴയും വെയിലും കൊള്ളാം. എന്തോന്ന് ഊളനും മറ്റേ നരിക്കും കല്യാണം. നമ്മളെ രണ്ടുപേരെയും പറഞ്ഞുണ്ടാവേ, നമുക്ക് മര്യാദക്ക് ദൈവമായ മതിയായിരുന്നു. അത് മതിയായിരുന്നടേ. ദൈവവും ഇല്ല, ഒന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ പ്രളയം, വെള്ളപ്പൊക്കവും വേനൽക്കാല ദുരിതങ്ങളും എല്ലാം വരുമായിരുന്നു. ആരോട് പറയാ, ദൈവവും ഇല്ല, ഒന്നുമില്ല. എന്നെ പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് സമാധാനായ? എന്നാ നിങ്ങൾ ദൈവമായാൽ മതി, നിങ്ങളായി. മഴേ നീ ആറിഞ്ഞാൻ പറഞ്ഞ തകർത്ത് പെയ്യണം. ഇവിടെ എല്ലാം പ്രളയം വന്ന് യവന്മാരെ അനുഭവിക്കും. പിന്നെ ഒരു കാര്യം, എന്നെ വിളിക്കുന്ന കുറേ പാവങ്ങളുണ്ട്, അവർക്ക് വേണ്ടി ശകലം ഒരു വെയിൽ കൊടുക്കണം. എന്തിനെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഈ തുണിയൊക്കെ ഒന്ന് ഉണക്കി പറക്കി എടുക്കാൻ വേണ്ടി. പിന്നെ നീ നിർത്താനൊന്നും വേണ്ട, നീ തകർത്ത് പെയ്യണം. പെയ്താലേ ഇവര് ദൈവമേ എന്ന് വിളിക്കുള്ളൂ. അപ്പോഴേ ഞാൻ പറയും നിർത്താൻ. ഇപ്പോഴത്തേക്ക് സഭ പിരിച്ചു വിട്ടിരിക്കുന്നു.